ഇത് കണ്ടല്ലോ ഈ ചിരട്ടകളിലാണ് ഈ കരിപ്പെട്ടി ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് ധാരാളം അവർ ചിരട്ടകൾ എടുത്തു വച്ചിരിക്കുകയാണ്. ഉണ്ടല്ലോ ഗൈസ്, എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇതുപോലെ ശംഖ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നല്ലേ. ഈ കുടിസിൻ്റെ അടുത്ത് തന്നെ ഇത് കണ്ടോ ശംഖ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പൊടിച്ച് ചുണ്ണാമ്പ് പൊടിയാക്കിയിട്ടാണ് പതനി കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇതുപോലെ ശംഖ് ഇവർ കളക്ട് ചെയ്ത് ബീച്ചിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്നത്. കണ്ടോ നല്ല വിലപിടിപ്പുള്ള നല്ല ഭംഗിയുള്ള ശംഖുകളാണിത്. ഇതിന് 5 വിരൽ ശംഖെന്ന് പറയും. അതിൻ്റെ വലിയ ശംഖുകളാണിത്. കണ്ടോ ഇത്ര മനോഹരമായ ശംഖുകൾ. അപ്പോൾ ശംഖുകൾ കൊണ്ട് ഇതുപോലുള്ള ഉപയോഗങ്ങളും ഉണ്ട്. നല്ല മനോഹരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ ശംഖുകൾ, പലതരത്തിലുള്ള ശംഖുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. നല്ല വലിയ ശംഖ് തൊട്ട് കുഞ്ഞ് ശംഖ് വരെയുണ്ട്. പല വലിപ്പത്തിലും പല ആകൃതിയിലുമുള്ള ശംഖുകൾ. ഇത്ര മനോഹരമായ കാഴ്ചയാണ്. കണ്ടോ അതിൻ്റെയൊക്കെ പല വലിപ്പത്തിലുള്ളതുണ്ട്. ഒരു ശംഖിൽ തന്നെ പല ശംഖുകളും പിടിച്ചു നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ മനോഹരമായ ഒരുപാട് ശംഖുകളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കടലിലെ ഓരോ ചെടികളാണ്, പാമ്പ് പോലെ നിൽക്കുന്ന ചെടികൾ. കണ്ടോ ഇതൊക്കെ വളരെ അത്ഭുതകരമായ കടലിനുള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ കരകൗശല വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കടലിൽ നിന്ന്, ഇത് കണ്ടോ കടലിൽ നിന്നുള്ള സാധനം. കേരളത്തിൽ ഒരു ബീച്ചിൽ ഇത്രയും സമാധാനത്തോടെ കസേരയിട്ട് ഇത്രയും ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് കടൽ ആസ്വദിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ബീച്ച്. പിന്നെ ഇത് കണ്ടോ, ഈ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ശംഖുകളും കക്കകളും. ശംഖുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കണ്ടോ ഇഷ്ടംപോലെയുണ്ട് ശംഖുകൾ. ഇതൊക്കെ എന്ത് നഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊക്കെ ഇനി എടുത്താലും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിടത്തേ ഉള്ളൂ. അതായത് ഒരുപാട് ലോസ്, ഒരുപാട് നഷ്ടമുണ്ട്. ഇതൊക്കെ എടുത്ത് വെളിയിലിടുക എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. ഇഷ്ടംപോലെയുണ്ട്. ഇതിനകത്ത് നിറച്ച് കക്കകളാണ്. കക്ക അല്ല, ശംഖുകളാണ്, മുടുത്ത ശംഖുകൾ. അതാണ് ഭയങ്കര ഒരു നഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇത് കാണും നമുക്ക് തന്നെ തോന്നും ഭയങ്കര ഒരു നഷ്ടമാണ്. എന്തുമാത്രം കക്കകളാണ്, എന്തുമാത്രം ശംഖുകളാണ് ഇങ്ങനെ ലോസായി പോകുന്നത്. ഇത് കുടുങ്ങിപ്പോയ ഷെല്ലുകൾ കണ്ടോ, നല്ല ശംഖുകളാണ് നിറച്ചുള്ളത് ഇതിൽ. അപ്പം ഇതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ വലയെല്ലാം പെട്ടെന്ന് തന്നെ അഴുക്കായിപ്പോവും, വിണ്ട് കീറിപ്പോവും. അങ്ങനെ ഇവർക്ക് ഒരുപാട് വല ഇങ്ങനെ നഷ്ടമായി മാറും. ഇത് കണ്ടോ പൊട്ടിക്കിടക്കുന്നുണ്ടോ, ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നതാണ്. അവർ ഉപേക്ഷിച്ച വലകളാണ്. ഇത് കണ്ടോ, ഞാൻ തേടി വന്ന ആളെ എനിക്കിതാ കിട്ടി. എന്താണെന്ന് പറയാമോ? സ്റ്റാർ ഫിഷ്, നല്ല വെളുത്ത സ്റ്റാർ ഫിഷ്. കണ്ടോ സ്റ്റാർ ഫിഷ് ഒരുപാട് ഈ ബീച്ചിൽ അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നത്. ഇങ്ങനെ ഇവിടോട്ട് മാറ്റി അവരിടും. അപ്പം തേടിയത് കാലിച്ച്. ഏറ്റവും നല്ല ബീച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നരിപ്പയൂർ ബീച്ചാണ് കേട്ടോ. നമ്മുടെ രാമേശ്വരത്തോട്ട് പോകുന്ന ആ റൂട്ടിൽ തന്നെയുള്ള ഒരു ബീച്ചാണ്. അവിടെ വന്നാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ, കടൽ വിഭവങ്ങൾ നമുക്ക് എടുത്ത് കളക്ട് ചെയ്ത് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. ശംഖുകളും, നല്ല പലതരത്തിലുള്ള ശംഖുകൾ, സ്റ്റാർ ഫിഷുകൾ, അതുപോലെ തന്നെ ഈ പവിഴപ്പുറ്റുകൾ പോലെയുള്ള ഒരുപാട് കടൽ വിഭവങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതെല്ലാം നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ധാരാളം ഇതുപോലുള്ള വിഭവങ്ങൾ ഈ കടലിൻ്റെ ഈ ബീച്ചിൻ്റെ അരികിൽ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ബീച്ച് ഈ ബീച്ചാണ്. മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ത്രൂ ഔട്ട് ഒരു റോഡുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് റോഡുകളുണ്ട്. അപ്പോൾ ആ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് മുഴു നീളത്തിൽ ബീച്ച് നമുക്ക് കാണാവുന്നതാണ്. റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ബീച്ച് പോകുന്നത്. നമുക്ക് റോഡ് സൈഡിൽ കൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഈ ബീച്ച് വളരെയധികം മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ നീണ്ടു പടർന്നു കിടക്കുന്ന ഈ സമുദ്രം നമുക്ക് നല്ല മനോഹരമായിട്ട് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ധാരാളം ബോട്ടുകളും എല്ലാം ഉണ്ട്. മീൻപിടുത്തക്കാർ ധാരാളം ബോട്ടുകൾ കടലിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ യാത്രകൾ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. അപ്പോൾ ഞാൻ
ഈ മീൻ വിഷയത്തെക്കുറിച്ച് നല്ലൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.